നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കല്ലന്താറ്റിൽ ഗുരുക്കൾ എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. കോലത്ത് നാട്ടുകാരനായ ഒരു ബ്രാഹ്മണൻ ആയുധവിദ്യ അഭ്യസിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കോഴിക്കോട്ട് വന്നു ചേർന്നു. അവിടെ അക്കാലത്തെ മൂന്നാമുറ രാജാവ് വലിയ അഭ്യാസിയായിരുന്നതിനാൽ ഈ ബ്രാഹ്മണൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് തന്റെ ആഗ്രഹം അറിയിച്ചു. രാജാവ് സന്തോഷസമേതം ബ്രാഹ്മണന്റെ അപേക്ഷയെ സ്വീകരിച്ചു. ഒരു സുമുഹൂർത്തത്തിങ്കൽ ബ്രാഹ്മണൻ അഭ്യാസം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരുവായ രാജാവ് ശിഷ്യനായ ബ്രാഹ്മണനോട്, ഇപ്പോൾ അങ്ങേ പിടിക്കാനായി എത്ര പേർ വന്നാൽ തടുത്തു നിർത്താമെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ, 10,000 പേര് വന്നാൽ ഒരു പ്രയാസവും കൂടാതെ ഞാൻ തടുത്തു നിർത്താം എന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് മതിയായില്ല, കുറച്ചുകൂടി അഭ്യസിക്കണം എന്ന് പറഞ്ഞ് രാജാവ് വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ബ്രാഹ്മണൻ അതിജാഗ്രതയോടുകൂടി പഠിച്ചും കൊണ്ട് താമസിച്ചു. അങ്ങനെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ വീണ്ടും ഗുരു മുൻപ്രകാരം ചോദിച്ചു. അപ്പോൾ 5,000 പേര് വന്നാൽ തടഞ്ഞു നിർത്താമെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. ഇനിയും മതിയായില്ല എന്ന് പറഞ്ഞു പിന്നെയും അഭ്യസിപ്പിച്ചു. ഇങ്ങനെ ഓരോ കൊല്ലം കൂടുമ്പോൾ മുൻപ്രകാരം ഗുരു ചോദിക്കുകയും ശിഷ്യൻ 2,000 പേരെ തടുക്കാം, 1,000 പേരെ തടുക്കാം, 500 പേരെ തടുക്കാം എന്നിങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന് ഗുരു ചോദിച്ചു. ഒരാൾ വന്നാൽ തടഞ്ഞു നിർത്താമെന്ന് തോന്നുന്നുണ്ട് എന്ന് ശിഷ്യൻ ഉത്തരം പറഞ്ഞു. ഇനിയും മതിയായെന്ന് തോന്നുന്നില്ല, കുറച്ചുകൂടെ പഠിക്കണം എന്ന് ഗുരു പറഞ്ഞ് പിന്നെയും പഠിപ്പിക്കുകയും ശിഷ്യൻ പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഗുരുശിഷ്യന്മാരുടെ മുൻപറഞ്ഞ ചോദ്യോത്തരങ്ങൾ കൊണ്ട് അല്പജ്ഞാനം അഹമ്മദിയെ ഉണ്ടാക്കുന്നതാണെന്ന് സ്പഷ്ടമാവുന്നു. ആദ്യം ബ്രാഹ്മണൻ നിരോധനമാർഗങ്ങളല്ലാതെ പരാക്രമണ വൈഷമ്യങ്ങൾ ഗ്രഹിക്കായികയും പിന്നീട് Sample complete. Ready to continue?